പ്രിയമുള്ളവരെ, ഇന്നിപ്പം സമൂഹം ആർത്തലച്ച് വിലപിക്കുന്നതായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ കാരണം? മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് സമൂഹത്തിൽ വിഷമായി, അപകടമായി, രക്തക്കറയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നോക്കാൻ, ഇതിന് പരിഹാരം കാണാൻ യഥാവിധി സമയബന്ധിതമായ ഒരു നടപടികളും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നു, തലമുറ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മയക്കുമരുന്നിന് അടിമകളായി മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് മദ്യം തന്നെയാണ്. ഇവിടെ മദ്യം വലിയ വിലയ്ക്ക് വാങ്ങിയാൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള രൂപത്തിലുള്ള പരസ്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മദ്യത്തിലൂടെ കൊള്ള നടത്തുന്ന ഒരു രീതിയാണ് നടപ്പിലാക്കി കഴിഞ്ഞത്. അതുകൊണ്ടുണ്ടായ ദോഷം, മദ്യം നമുക്കറിയാം, മദ്യം ലോകത്ത് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ മദ്യവർജന സമിതികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തേലും ഫലപ്രദമായോ? ആകില്ല. ലോകത്ത് നിർത്താൻ പറ്റില്ല. അത് പതിറ്റാണ്ടുണ്ടോ നൂറ്റാണ്ടുണ്ടോ ഉള്ള സഹസ്രാബ്ദങ്ങൾ കൊണ്ട് തന്നെ നിലനിൽക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് ഈശോമിശിഹാ 2000 ചിലവാനം വർഷങ്ങൾക്ക് മുമ്പ് പോലും അന്നത്തെ ഏറ്റവും നല്ല മദ്യം, വീര്യം കൂടിയത് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം സാമൂഹ്യദ്രോഹിയല്ലല്ലോ, അല്ല. അപ്പോൾ സമൂഹത്തിന് സന്തോഷിക്കാനും ആനന്ദിക്കുവാനും ഒക്കെയുള്ളതായ ചില അവസരങ്ങളുടെ ഒരു വേളയാണ് മദ്യത്തിൻ്റെ ഉപയോഗം. നമുക്ക് പറ്റിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലമുറ കള്ള്, പനങ്ങളുടെ, തെങ്ങുകളുടെ ഒക്കെ കുടിച്ച് വന്ന തലമുറയായിരുന്നു. അവർ കുപ്പിക്കണക്കിന് അത് കുടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ മദ്യം വന്നപ്പോഴും അവർക്ക് വയറ് നിറച്ച് കുടിക്കാനും കുപ്പി തീരുന്നവരെ കുടിക്കാനുള്ള ശീലത്തിലേക്കാണ് പിന്നെ എത്തിപ്പെട്ടത്. അതുകൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ് കേരള സമൂഹത്തിന് മദ്യത്തിലൂടെ വന്ന ദുരന്തങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് യഥാവിധി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടിയിരുന്നത്. അത് സമൂഹത്തെ പഠിപ്പിക്കേണ്ട കാര്യം തന്നെ, കേരളക്കാരന് അറിയാത്ത കാര്യമാണ്. മദ്യം എങ്ങനെ ഉപയോഗിക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണും പെണ്ണും ഉപയോഗിക്കാറുണ്ടല്ലോ. പല രാജ്യങ്ങളിലും സ്വന്തമായി വാറ്റി അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ തന്നെ കിട്ടും, വാങ്ങി അത് വാറ്റി ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു. അവിടെയൊന്നും മറ്റു തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിൽ ഒരു അപകടങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പം നമ്മുടെ മദ്യത്തിൻ്റെ യഥാവിധിയുള്ള അതിൻ്റെ സവിശേഷത അനുസരിച്ചുള്ള ഉപയോഗം എങ്ങനെയെന്നുള്ളത് സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ തന്നെ അത് ഒത്തിരി മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ദുരന്തം കുറയ്ക്കാനും സാധിക്കും. അതിനുള്ള ഒരു ശ്രമവും എവിടെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ബിവറേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ 1/2 ലിറ്റർ 1 ലിറ്ററും ഫുള്ളും പൈൻറ്റും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ചെറിയ ക്വാർട്ടർ ഇരുന്നെങ്കിലായി. ആ രൂപത്തിലാണ്. അപ്പം വാങ്ങുന്നവൻ കൂടുതൽ തന്നെ വാങ്ങിക്കൊണ്ട് പോകണം. കൂടുതൽ വാങ്ങിയാലേ ഖജനാവിലേക്ക് പൈസ കിട്ടത്തുള്ളൂ. ആ രൂപത്തിലേക്കുള്ളൊരു കൊള്ള അത് ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ട് തന്നെ കണ്ടെച്ചാൽ മതി. ഇതിനെ ജനങ്ങളുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് തന്നെ ഇതാണ്. എല്ലാവരും അത് നിലവിൽ ഉപയോഗിക്കുന്നവർ അന്നും ഇന്നും എന്നും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള മാർഗമാണ് ഈ വിലക്കയറ്റം എന്നൊക്കെ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമില്ല. അതിനെ കൊടുക്കാതിരുന്നാൽ, മറച്ചു വെച്ചാൽ അവർ ഉപയോഗിക്കില്ല എന്നുള്ളതിനകത്തും യാഥാർത്ഥ്യമില്ല. അപ്പം നമ്മൾ കപട സദാചാരം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി തുറന്ന മനസ്സോടെ ഈ വസ്തുതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് നടപടികളുമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് കാപട്യത്വമാണ്, അഭിനയിച്ച് തീർക്കുകയാണ്. അവർക്ക് വേണ്ടി പോലും അല്ല ജീവിക്കുന്നത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ മദ്യപിക്കില്ല, അല്ല ഞാൻ അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു കപട സദാചാരമാണ് വാസ്തവത്തിൽ നിലനിൽക്കുന്നത്. എവിടെയാണ് സദാചാരം? മതസംഘടനകളിൽ യഥാവധി സദാചാരം കാണാൻ പറ്റുമോ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സാധിക്കുന്നുണ്ടോ? സാമൂഹിക പ്രസ്ഥാനങ്ങൾ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം നടക്കുന്നത് ആഘോഷങ്ങളും ഓരോന്നിനുമുണ്ട്. കുട്ടികളുടെ ഡേ ഉണ്ട്, വെല്ലിച്ചൻ്റെ ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ആഘോഷങ്ങളുടെ ഡേ തന്നെയുണ്ട്. എല്ലാം എന്നാ ലക്ഷ്യം വെക്കുന്നത്? ഉന്നതി.
ഇത്തരത്തിലുള്ളതായ ഉന്നതികൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതാണോ? ഇതെല്ലാം നാടകങ്ങൾ മാത്രമാണ്. ആ നാടകത്തിൽ നിന്നും ഇറങ്ങിയിട്ട് യഥാർത്ഥ വസ്തുതകളിലൂടെ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തങ്ങളും മരണങ്ങളുമാണ് കൊലപാതകങ്ങളിലൂടെ ഇവിടെ ഈ മയക്കുമരുന്നിലൂടെ സംജാതമാകാൻ പോകുന്നത്. ഇത് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മദ്യം ഇവിടെ എല്ലാവർക്കും കൊടുത്ത് ഇവരെ എല്ലാവരെയും കുടിപ്പിച്ച് ബോധം കെടുത്ത് കടത്തണം എന്ന് പറയാൻ വേണ്ടി അല്ല ഈ കാര്യം പറയുന്നത്. അതാണ് പറഞ്ഞ കാപട്യം മാറ്റി നിർത്തിയിട്ട് തുറന്ന മനസ്സോടെ ചിന്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കൂടി അതാണ്. അപ്പം ഈ മദ്യം നമ്മുടെ മാഹിയിലും ഗോവയിലും ഒക്കെ നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റ് പോലുള്ള പേപ്പർ പാക്കറ്റുകളിലൊക്കെ കിട്ടും. അത് 2-3 പെഗ്ഗേ അതിനകത്തുള്ളൂ. അപ്പോൾ ഒരു ജോലി കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിക്ക് അതിലൊരെണ്ണം മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് അവന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സമാധാനത്തോടെ വീട്ടിൽ ഇരുന്ന് ആഹാരവും കഴിച്ച് ഇതും കഴിച്ച് അവന് വീട്ടിലിരിക്കാം. അമിത പൈസ അവൻ്റെ കയ്യിൽ നിന്ന് ആകത്തില്ല. ബാക്കി പൈസ അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കാം. ഇത് കിട്ടുന്ന പൈസയുടെ 80%, 90% ബിവറേജ് ഇരുന്നാൽ അവിടെ കൊടുക്കേണ്ടി വരുന്നു. അവൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പൈസയില്ല. ഇവൻ ഈ മേടിച്ച് സാധനം തീരുന്നവരുന്ന് കുടിക്കുന്നു. ഇവന് ബോധം കെട്ട് പോകണം. ഒരു പ്രയോജനം ഒട്ടില്ല താനും. അപ്പം ഇതുപോലെ പൈസ മുടക്കി മേടിക്കാൻ പറ്റാതെ വരുന്നതായ സാഹചര്യങ്ങളിൽ ആ സമൂഹം, യുവതലമുറയും അല്ലാത്തവരും കുറെ കൂടെ ചെലവ് കുറഞ്ഞതായ ആസ്വാദനങ്ങളിലേക്ക് തിരിയും. അങ്ങനെ തിരിയുന്നതിൽ ആദ്യം ചെന്നപ്പെടുന്നത് കഞ്ചാവിലാണ്. ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മദ്യത്തേക്കാൾ മാസ്മരികമായ അനുഭൂതി അവർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ നേരം മദ്യം മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം 100-200 രൂപ കൊടുത്താൽ അവർക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ അവരതിലേക്ക് മാറും. പിന്നീട് അതിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ കൂടുതൽ വിലയുള്ള മറ്റ് മയക്കുമരുന്നിലേക്ക് അവർ മാറും. ആ സമയത്ത് ദുരന്തമാകും. കാരണം പണമില്ല. ആ പണസമ്പാദനത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? പിടിച്ചു പറിക്കാൻ പോവും, കവർച്ച നടത്താൻ പോവും, കൊലപാതകം നടത്താൻ പോവും. എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് സമൂഹം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അത് ചെറിയ അപകടമല്ല. അപ്പോൾ അതുകൊണ്ട് മയക്കുമരുന്നിൽ നിന്ന് ഇവരെ പിന്നോട്ടടിക്കണമെങ്കിൽ ഈ മനുഷ്യന് സഹജമായ കാര്യമാണ് മദ്യം എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളുമ്പോൾ അത് ലഭ്യമാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവണം. അവർ റേഷൻ കട വഴിയോ മാവേലി സ്റ്റോർ വഴിയോ അതുപോലുള്ള ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ഉള്ള പോലെ നമുക്കിവിടെയും ആ ഒരു സംവിധാനം വരികയാണെങ്കിൽ അവൻ ആവശ്യത്തിനുള്ള ഒരു ദിവസം സാധനം മേടിച്ചാൽ പൊക്കോളും. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. വലിയ വിലയ്ക്ക് അവന് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 251% ടാക്സ്, അതിൻ്റെ സെസ് അല്ല മേടിക്കേണ്ടത്. ഒരു 50% ടാക്സ് മേടിക്ക്. 50% ടാക്സിൻ്റെ വരുമാനം സർക്കാർ അതിൽ നിന്ന് എടുത്താൽ മതി. കാരണം നിങ്ങൾ വേറെ മറ്റു വരുമാനങ്ങളൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മദ്യത്തിലൂടെ മാത്രം വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള പിഴവാണ്. ആ പിഴവ് കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു സൈഡിൽ കുമിഞ്ഞു കൂടുന്ന സാമ്പത്തികം ഉണ്ടാക്കുമ്പോൾ സമൂഹം പാളം തെറ്റി മയക്കുമരുന്നിലൂടെ റെയിൽ പാളത്തിൽ നിന്ന് മാറിക്കിടക്കുകയാണ്, ഡീറെയിലായി കിടക്കുകയാണെന്ന് കേരള സമൂഹം. അതിന് കാരണം സർക്കാരിൻ്റെ ഈ ഒരു മദ്യ നയം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കുറഞ്ഞ വിലയ്ക്ക് ആസ്വാദനങ്ങളിലേക്ക് പോകുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് മയക്കുമരുന്നിൻ്റെ ശക്തിയായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ന്യായമായ വില വാങ്ങി മദ്യം ആവശ്യമുള്ള വ്യക്തികൾക്ക് അത് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് ആദ്യത്തെ പടി. അതിനെ കണ്ണുമടച്ചെതിർക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അത് യാഥാർത്ഥ്യമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഒരു എൻജോയ്മെൻ്റ് ഉള്ളത്? എന്താണ് ഒരു സന്തോഷമുള്ളത്? രാവിലെ പോവുക, പണിയെടുക്കുക, വീട്ടിൽ വന്ന് ഉറങ്ങുക, വീണ്ടും പോവുക. അപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള വ്യക്തികളുടെ ജീവിതം പോലെ ലൈഫ് എൻജോയ്മെൻ്റ് ഒന്നും ഇവിടെ കേരളത്തിലില്ല. ആകെ ഉള്ളത് ഈ കള്ളക്കയാണ് പാവങ്ങൾക്കുള്ളത്. അത് ഇച്ചിരിച്ച കുടിച്ചോണ്ട് എവിടെയെങ്കിലും ഇടന്നോട്ട് ആർക്കും ദ്രോഹമില്ലാത്ത രൂപത്തിലേക്ക് അതിനെ രൂപപ്പെടുത്തിയെടുത്താൽ പോരെ. അല്ലാതെ ഞങ്ങളെല്ലാം മഹാത്മാക്കളാണ്, ഞങ്ങളെല്ലാം മാലാഖമാരാണ്, ഞങ്ങളാരും മദ്യം തൊടില്ല എന്നുള്ള രൂപത്തിൽ ഇവിടെ പരിവർത്തനം നടത്തിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടന്നിട്ടുണ്ടോ? അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്?
അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, സമൂഹത്തിന് ദോഹമാകാത്ത രൂപത്തിൽ ആ മദ്യത്തിൻ്റെ വിതരണം യഥാവിധി നടത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ലോക രാജ്യങ്ങളിലെല്ലാം അത് നടക്കുന്നുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങളില്ല കാര്യമായി. ഈ കൊച്ചു കേരളം എത്ര കണ്ട് അധപതിക്കാനുള്ള കാരണം ഈ മദ്യനയമാണ്. സർക്കാരിൻ്റെ പണത്തോടുള്ള ആർത്തി മൂലം മദ്യത്തിൽ ഒതുങ്ങുമായിരുന്ന ആ സമൂഹത്തെ മയക്കുമരുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ദുരന്തമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അത് ഒഴിവാക്കണം. മൂല്യം മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഗ്രാമീണമായ പരമ്പരാഗതമായിട്ടുള്ളതായ എല്ലാ സത്യം, ധർമ്മം, നീതി എല്ലാം നഷ്ടപ്പെട്ടു. എന്താ കാര്യം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് വാസ്തവത്തിൽ വിഷം. മദ്യം വിഷമാണെന്ന് പറയും. മദ്യമാണോ വിഷം? വാസ്തവത്തിൽ 3 നേരം കഴിക്കുന്ന ഭക്ഷണമല്ലേ ഇവിടെ വിഷം? ഈ രാസവളങ്ങളെല്ലാം കൂടെ ചെന്നിട്ട് മനുഷ്യൻ്റെ, പണ്ടുണ്ടായിരുന്ന മനുഷ്യൻ നല്ല ആഹാരം കഴിച്ചതുകൊണ്ട് അവൻ്റെ മനസ്സിനും തലച്ചോറിനും പോലും നല്ല ഉദ്ദീപനങ്ങളാണ് സംഭവിച്ചെങ്കിൽ ഇന്നിപ്പോൾ രാസപദാർത്ഥങ്ങളെന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്നതായ തലച്ചോറിനുണ്ടാകുന്ന പരിണാമം അത് ഈ കുറ്റകൃത്യങ്ങളുടേത് കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരാണ് ഉത്തരം പറയേണ്ടത്? അതിനുള്ള പരിഹാരം ആരാണ് കാണേണ്ടത്? ചിന്തിക്കേണ്ട വിഷയമല്ലേ? നല്ല ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ പലതരത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ അടക്കം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസറിൻ്റെ മറ്റൊരു വകഭേദമാണ് ഈ മയക്കുമരുന്നെന്ന് വിചാരിക്കണം. ഇതിനെല്ലാം കാരണം ഈ മാലിന്യം ചേർന്ന, അതല്ലെങ്കിൽ വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് കൃത്യമായ ഒരു രൂപത്തിൽ ഇതിനെക്കുറിച്ച് വിലയിരുത്തണം. പിന്നെ സമൂഹം വഴിതെറ്റാകുമ്പോൾ ഈ ഒരു മദ്യം മാത്രമല്ല സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഈ അടുത്ത നാളിലിറങ്ങിയ ചുരുളി എന്ന ഒരു സിനിമയുണ്ട്. അത് കുടുംബസമേതം കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ പറ്റുന്ന സിനിമയാണെന്ന് പറയാനോട് ആർക്കാ കഴിയുക? അതിനകത്തെ സംഭാഷണങ്ങൾ എത്ര കണ്ട് പറയാൻ കൊള്ളില്ല, അത്ര കണ്ട് മ്ലേച്ഛമാണ് അല്ലേ? അതുപോലുള്ളതായ സംഭവങ്ങൾ സിനിമകളായാലും സീരിയലുകളായാലും മനുഷ്യ മനസ്സിനെ വഴിതെറ്റിക്കുന്നതായ അപകടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വേണ്ടാന്ന് വെക്കണം. ചാനലുകൾക്ക് റേറ്റിംഗ് കൂടാൻ വേണ്ടി മാലിന്യ വിൽപ്പനക്കാരായ നിങ്ങൾ അധപതിച്ചിരിക്കുകയാണ്. അത് ഉപേക്ഷിക്കണം. കാരണം ഇവിടുത്തെ ചാനലുകൾക്ക് സമൂഹത്തെ നിയന്ത്രിക്കാനും നന്നാക്കാനും ദിശാബോധം നഷ്ടപ്പെട്ടവരാക്കി കളയാനും സാധിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ന് മാധ്യമങ്ങൾ, ചാനലുകൾ. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ ഗഹനമായി സത്യസന്ധമായിട്ട് വസ്തുതകളുടെ ഗാംഭീര്യം മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് തോന്നിയിരിക്കുന്നത്. അതിന് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം. നമുക്ക് മദ്യം എല്ലാവരെയും കുടിപ്പിച്ച് ഇവിടെ നാളെ അതിനേക്കാൾ കൂടിയ കലാപങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവരുത്. കാരണം മദ്യപാനം മൂലം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെക്കാൾ കൂടുതൽ കൊലപാതകങ്ങളും അപകടങ്ങളും ഈ ഡ്രഗ്സ് ഉപയോഗം മൂലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ലേ? ഓരോ ദിവസവും നമ്മൾ ഉണർന്നു വരുന്നത് എത്ര പേരെ കൊന്നു, എത്ര അമ്മമാരെ കൊന്നു, ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്, ഇതല്ലേ അറിയാൻ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ കഴിയുന്നത്. എന്നു മുതലേ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങിയത്? അവിടെയും ചാനലുകൾക്കൊക്കെ ഉണ്ട്. സമൂഹത്തിൽ വേണ്ടാത്ത എല്ലാ നന്മയുടെ അംശങ്ങളൊന്നും അവരിൽ നിന്ന് പലപ്പോഴും കാണാറില്ല. തിന്മയുടേതായ എല്ലാം ജനങ്ങൾക്കിടയിൽ കൊടുത്ത് അതിനൊരു സാധാരണവൽക്കരണം നടത്തുകയാണ്. ആ ദൃശ്യവൽക്കരണങ്ങളെല്ലാം അവരവരുടെ ജീവിതത്തിൻ്റെ വസ്തുതാപരമായ ഒരു അടിസ്ഥാന ശിലയായി അങ്ങ് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതും അപകടമാണ്. അപ്പോൾ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നൊരുമില്ലേ? നമുക്കറിയാം, തൊഴിലില്ലാത്ത ജനങ്ങളാണ് ഇവിടെയുള്ളത്. മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. വേർതിരിച്ചറിയാനുള്ളതായ ചിന്താശേഷി ഇല്ല. ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നേരിടാനുള്ളതായ മനക്കരുത്തില്ല. ഭയങ്കരമായിട്ട് വളരെ ആത്മഹത്യയിലേക്ക് കൊച്ചുകുട്ടികൾ പോലും പോകുന്ന കഴിഞ്ഞ ദിവസവും ഞാനത് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ട്? അപ്പോൾ അതിന് കരുത്തുള്ള മനക്കരുത്തുള്ളതായ പക്വതയുള്ളതായ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടതായ ഉത്തരവാദിത്തം ഇവിടുത്തെ ആർക്കാണുള്ളത്? എന്തിനാണ് ഇവിടുത്തെ മതങ്ങൾ
നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വഭാവ രൂപീകരണം നടത്തുന്നതായ വ്യക്തികളല്ലേ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് പിഴച്ചത് കേരളത്തിന്? ആ പിഴവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ജനസേവകരും സർക്കാരും മതങ്ങളും തന്നെ ഏറ്റെടുക്കണം. ഇന്ന് ഈ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ആ കുറ്റവാളിത്ത പന്ഥാവിലേക്ക് ഇവിടുത്തെ സർക്കാരും വന്നു നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ തെറ്റായ ഈ മദ്യ നിയമവും മദ്യ കൊള്ളയുമാണ് അനേകരെ വില കുറഞ്ഞ മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. അവരാൽ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കുറ്റവാളികളുടെ ലിസ്റ്റിലാണ് സർക്കാരിനെ പോലും കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. തിരുത്തണം, തെറ്റ് തിരുത്തണം. ഇല്ല, കേരളം മുന്നോട്ട് പോവില്ല. ഇനി പരശുരാമനെ രണ്ടാമത് അറബിക്കടലിലേക്ക് മഴുവെറിഞ്ഞേക്കും പുതിയൊരു കേരളം സൃഷ്ടിച്ച് തരൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ ഇനിയും കൊണ്ടുപോകരുത്. ഇനിയും ജീവനുകൾ പൊലിഞ്ഞ് ഇല്ലാതാവരുത്. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും ഒരു പൗരനെന്ന നിലയിൽ കാലങ്ങളായി ഈ വിഷയങ്ങൾ ശക്തമായി ഈ സമൂഹത്തോട് പറയുന്ന വ്യക്തി എന്ന നിലയിൽ ഞാനത് വീണ്ടും ഊന്നി പറയുകയാണ്. ഇതിനുള്ള പരിഹാരമുണ്ടാകണം. ആരും കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് പറയരുത്. ഇവിടുത്തെ മതങ്ങൾ മുന്നോട്ട് വരണം, സാമുദായിക സംഘടന മുന്നോട്ട് വരണം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം, സർക്കാർ മുന്നോട്ട് വരണം. ഒന്നിച്ചുള്ളൊരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ കുറേ ചെയ്യാൻ കഴിയുവാണെങ്കിൽ ആ രൂപത്തിലേക്കും നമുക്ക് ഈ മയക്കുമരുന്നിൻ്റെ അടിമകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ, ഇല്ലെങ്കിൽ വരുന്ന തലമുറയെങ്കിലും നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരുടെയും മുൻപാകെ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ ജെയിംസ് കളത്തിൽ, മൂവാറ്റുപുഴ.